ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രീ ഗ്രോത്ത് ബൂസ്റ്റർ ആണ്. അപ്പൊ ഒരു നമ്മുടെ താടി മീശയൊക്കെ വളരാൻ വേണ്ടിയുള്ള ഒരു ബൂസ്റ്റർ സ്പ്രേ, അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഒരു ടീനേജ് തൊട്ടുള്ള ഒരു പ്രശ്നമാണ് എങ്ങനെ നമ്മുടെ ഒരു താടി വന്നില്ല, അല്ലെങ്കിൽ താടി വന്നത് തന്നെ കട്ടിയില്ല, ഉള്ളില്ല, ഗ്യാപ്പ് വരുന്നു, മീശയ്ക്ക് കട്ടിയില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ഒരു ബൂസ്റ്റർ സ്പ്രേ ആണിത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് താടി വരാതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന എല്ലാ സാധനങ്ങളാണ്. എന്റെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന എല്ലാ ഇതും എല്ലാ സാധനങ്ങളും അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്ക വീഡിയോസും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനൊക്കെ റിസൾട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. മിക്കവരും വിളിച്ചും എന്റെ മെസ്സഞ്ചറിലൊക്കെ എനിക്ക് റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ അവർ ഒരേന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താടിക്ക് എങ്ങനെ കട്ടി കൂട്ടാം, മീശയ്ക്ക് എങ്ങനെ കട്ടി കൂട്ടാം എന്നുള്ളതാണ്. എനിക്ക് 100% റിസൾട്ട് കിട്ടിയാണ്. കാരണം എന്റെ താടി അത്ര എനിക്ക് വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്റെ താടി ഭയങ്കര ചുരുണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇപ്പൊ ഇത്രയും വളർന്നിട്ട് തന്നെ എനിക്ക് ചീപ്പെടുത്ത് തീരാൻ പറ്റില്ല. ഇങ്ങനെ ജല പിടിക്കും. മീശ കണ്ടത് നല്ല കട്ടിക്ക് വരാനായിട്ടുള്ളൊരു കാരണം ഈ ഒരു സ്പ്രേ ആണ്. ഞാൻ 100% റിസൾട്ട് കിട്ടിയ ഒരു സ്പ്രേ ആണ്. അപ്പോ ഇതിനകത്ത് 4 ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന 4 ഇൻഗ്രീഡിയൻസ്. അതിനകത്ത് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലും നമുക്ക് വീട്ടിൽ നിത്യവും നമുക്ക് എപ്പോൾ എന്താവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് കറിവേപ്പില. കണ്ടോ, കറിവേപ്പില നമ്മുടെ ഇവിടെ ആയതാണ്. നമ്മൾ പറിച്ചെടുത്തിട്ട് കറിവേപ്പില വേണം. അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും, മിക്കയിടത്തും ഉണ്ടാവുന്ന, നമ്മുടെ റോട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് നമ്മുടെ പേരക്കയുടെ ഇല. പേരക്കയുടെ ഇല വേണം. പേരക്കയുടെ ഇല നമുക്ക് ഇതേപോലെ പേരക്കയുടെ ഇല വേണം. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇല ഐറ്റംസിൽ വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് ഉലുവ. ഈ 3 ഐറ്റംസ് നമ്മൾ മുടിക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇതിന്റെ വേപ്പിലയുടെ പാക്ക് ചെയ്ത് നമ്മൾ ഇടാറുണ്ട്. നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടാനായിട്ട് നമ്മൾ പേരക്കയുടെ വെള്ളം തിളപ്പിച്ചിട്ട് തലേ ദിവസം തിളപ്പിച്ചിട്ട് തലക്കൂടി ഒഴിച്ച് കഴുകാറുണ്ട്. നല്ല ഗ്രോത്തിനും നല്ല സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ട്. ഉലുവയും നമുക്കറിയാം, നമ്മൾ ഈ 3 ഐറ്റംസ് നല്ല ഹെയറിന് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോ ഈ 3 ഐറ്റംസും നമുക്ക് നല്ലപോലെ യൂസ്ഫുൾ ആണ്. നമ്മുടെ ഹെയറിന് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും സ്ട്രെങ്ത് ഉണ്ടാവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് അലോവേര ജെല്ല്. ഇപ്പൊ അലോവേര വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ ജെല്ല് എടുത്താലും മതി. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഏത് പ്രായക്കാർക്കും നമ്മുടെ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് തുടങ്ങാം കേട്ടോ. നമുക്കൊരു ഡെയിലി ഒരു 10 ടൈംസ് ഒക്കെ സ്പ്രേ ചെയ്യാം. ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഒരു പോക്കറ്റ് ഫ്രണ്ടിൽ പോലെ നമുക്ക് കൊണ്ട് നടക്കാം. അപ്പൊ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 5 ദിവസമൊക്കെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതിയത് ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് വേപ്പിലയും ഇതും കഴുകി നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ പാടത്തു നിന്നൊക്കെ പറിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകും. ഒന്ന് വെറുതെ അതിനകത്ത് പ്രാണി ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതേപോലെ ഇട്ട് വെക്കാം ഫുള്ള് കേട്ടോ. ഇത്രയും കണ്ടോ. വേറെ അങ്ങനെ അടർത്തി ഇടുകയൊന്നുമില്ല. ഇത് നമ്മുടെ പേരക്കയുടെ എല്ലാം മാത്രം ഇങ്ങനെ അടർത്തി ഇട്ടാൽ മതി. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കട്ടി പോലെ ഇടാം. ആ വലിയ കൊണ്ടത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ഫുള്ളോടെ തന്നെ ഇടാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു പിടി ഉലുവ ആഡ് ചെയ്യാം. ഉലുവ ആഡ് ചെയ്തിട്ട് ഒരു പിടി ഉലുവ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഇത് മുങ്ങിക്കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം. ഞാനിപ്പോൾ ഇതിനകത്തൊരു 250 ml ഒഴിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഒരാഴ്ചത്തേക്ക് മതിയല്ലോ. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഇങ്ങനെ മുങ്ങിക്കിടന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ചൂടാക്കിയിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യണമല്ല. തുടങ്ങിയിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് അതിനകത്ത് വെക്കണം. അപ്പൊ ഇതിന്റെ ഇതൊക്കെ ഇറങ്ങുള്ളൂ. പിന്നെ നമുക്ക് ചൂടാക്കാം. അപ്പോൾ ചൂടാക്കാൻ വെച്ചു. ഇത് നന്നായിട്ട് ചൂടായിട്ട് ഇതെല്ലാം മുങ്ങിക്കിടക്കണേ വെള്ളം. ഇത്
കുറച്ച് നേരം അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് തള വന്നു കഴിയുമ്പോഴത്തേക്കും, തള വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് ടു 10 മിനിറ്റ്സ് നമുക്ക് ആ തളവ് ഇങ്ങനെ തീ ഓഫ് ചെയ്യാണ്ട് തന്നെ അതിനകത്ത് കിടന്ന് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ഇതിന്റെ കളർ മാറി വരും, ഒരു പച്ച കളറായി വരും കേട്ടോ. അപ്പൊ അതുവരെ നമ്മൾ ഇത് തിളപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമുക്ക് ഇനി തള വരുമ്പോ കാണാം കേട്ടോ. അപ്പൊ അതെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഓഫ് ചെയ്തത് നന്നായിട്ട് ഇനിയും തിളക്കണം കേട്ടോ. അതെ വെള്ളത്തിന്റെ കളറ് നന്നായിട്ട് പച്ചയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊക്കത്ത് ഇറക്കണതൊക്കെ താഴത്തോട്ട് പോട്ടെ. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് വറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സത്തുക്കളും ഇതിനകത്തോട്ട് ഇറങ്ങും കേട്ടോ, ഈ ഇലയിലുള്ള എല്ലാം. അപ്പോൾ നന്നായിട്ട് തിളക്കണം. അപ്പോൾ തന്നെ കളർ കുറച്ച് മാറി വരുന്നുണ്ട് കണ്ടോ. ഇനി ഒന്നും കൂടി തിളക്കട്ടെ കേട്ടോ, നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇത് 10 മിനിറ്റോളം ഇങ്ങനെ ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. തള വന്നതിന് ശേഷമാണ് ഞാൻ 10 മിനിറ്റ് തിളപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ കേട്ടോ. അയ്യോ ക്യാമറയിലോട്ട് പോകുന്നത് കണ്ട കളറ്, വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഇതെല്ലാം നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറിയിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം നമുക്ക്. ഓഫ് ചെയ്തിട്ട് ഇനി ചൂടാറാൻ ബാക്കി നമുക്ക് ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇതായിരിക്കണം. അപ്പൊ അതൊക്കെ ബാക്കി ഇനി ചൂടാറി കഴിഞ്ഞിട്ട്. അപ്പൊ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കണ്ടേ കളറ്, ഇതിന്റെ കളർ ഇങ്ങനെയാകുമ്പോൾ എല്ലാ സാധനങ്ങളും മിക്സായി നല്ലപോലെ അതിൻ്റെ ഇതെല്ലാ സാധനങ്ങളും നല്ലപോലെ വെള്ളത്തോട് മിക്സായി. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ ഇരിക്കും കേട്ടോ. വെള്ളം നല്ല ഡാർക്ക് ഗ്രീൻ കളറായിട്ടിരിക്കും. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ അലോവേര ജെല്ല് ആഡ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അലോവേര ജെല്ല് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അലോവേര ജെല്ല് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വീട്ടിലാണെങ്കിൽ കുറച്ച് ഇതായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്യണേ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. നന്നായിട്ട് സ്മാഷ് ചെയ്ത് ജെൽ ടൈപ്പായിട്ട് തന്നെ ഇത് ഇടാൻ നിൽക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് കാണിച്ചു തരാനാണ്. നമുക്കിത് ഡയറക്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുഞ്ഞ് സ്പ്രേ ബോട്ടിൽ എന്തെങ്കിലും മേടിച്ചിട്ട് അതിനകത്തേക്ക് ഇതാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു ചെറിയ സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്കിത് ക്യാരി ചെയ്ത് നടക്കാം കേട്ടോ. ചെറിയ സ്പ്രേ ബോട്ടിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ക്യാരി ചെയ്ത് നടക്കാം. ഇപ്പൊ അത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഷേവ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം കേട്ടോ. മീശയിലായാലും ചെറുതായിട്ട് ഇങ്ങനെ ട്രിം ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡെയിലി ഒരു ഇപ്പൊ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു ഡെയിലി ഇതൊരു ചെറിയ കുപ്പിയിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക, തന്നെ അങ്ങോട്ട് ഉണങ്ങിപ്പോക്കോളും. കഴുകിയൊന്നും കളയണ്ട കണ്ടോ. നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 ദിവസമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 5 ദിവസം യൂസ് ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് ആയിട്ടുള്ളത്. ഇതുപോലെ നമുക്കൊരു ചെറിയ കുപ്പിയിലാക്കി വെച്ചാൽ മതി. നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടും. ഞാനിപ്പം ആദ്യമായിട്ടല്ലല്ലോ യൂസ് ചെയ്യുന്നത്, അതാണ് ഞാൻ താടിയൊന്നും വടിച്ചിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ താടിയൊക്കെ ഒന്ന് വടിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വടിക്കുക അല്ലെങ്കിൽ ഒന്ന് ട്രിം ചെയ്യുക. 0-ലോ അല്ലെങ്കിൽ 1-ലൊക്കെ ഇട്ടൊന്ന് ട്രിം ചെയ്തിട്ട് എന്നാലും നന്നായിട്ട് ഉള്ളിലോട്ട് കയറുള്ളൂ ഇതിന്റെ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടും, എന്റെ ഉറപ്പാണ്. അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.